നമസ്തേ, അസ്സലാമു അലൈക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരരുത് എന്നങ്ങ് നിശ്ചയിച്ചു. മുന്നിൽ ആരും ഉണ്ടാവില്ല. കാരണം അപ്രതീക്ഷിതമാണല്ലോ നമ്മുടെയൊക്കെ വരവ്. അപ്പൊ ഇന്ന് വന്നത് മാധ്യമത്തില് രാമനെ വധിക്കുന്നു എന്നിങ്ങനെ കേട്ടു. രാമായണത്തെയും രാമനെയും രണ്ടല്ലല്ലോ, ഒന്നാണല്ലോ. അങ്ങനെ ആ വധം നടക്കുമ്പോ നമ്മളും കൂടി ഒന്ന് പിന്താങ്ങണ്ടേ? കാരണം രാമനെ വധിക്കാൻ രാമന്റെ അമ്മ തന്നെ അല്ലേ ആദ്യം കൈകേയി ശ്രമിച്ചു രാമനെ അങ്ങോട്ട് വധിക്കാന്ന്. മന്ദര ആണ് അതിന് കാരണം. അത് കഴിഞ്ഞ് രാമായണത്തില് നമ്മള് ഒരുപാട് വധം കണ്ടിട്ടുണ്ട്. രാമനെ വധിക്കാനുള്ള ശ്രമം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കതിന് തെറ്റുമില്ല. രാമനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ, രാമനെ ഇകഴ്ത്താൻ ശ്രമിച്ചപ്പോ രാമൻ തന്നെയാണ് മറുപടി പറഞ്ഞത്. രാമൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. അപ്പോ മാധ്യമത്തിന് അല്ലെങ്കിൽ മുക്കാൽ ചാനലിനൊക്കെ രാമായണത്തെ വധിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ തിരിച്ച് തള്ളാഹുവിനെ വധിക്കാനുള്ള അധികാരം മറ്റ് മാധ്യമങ്ങൾക്കുണ്ട് എന്നാലോചിക്കണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. രാമനെ വധിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ രാമനെ ഇകഴ്ത്താൻ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ തള്ളാഹുവിനെ ഇകഴ്ത്താനും മഹാനതന്റെ മഹാകേളികൾ അവതരിപ്പിക്കാനും മറ്റ് മാധ്യമങ്ങൾക്കും അധികാരമുണ്ട്. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം നിങ്ങളുടെ അത്ര ചെറ്റകളല്ല അവര്. ഇപ്പൊ ജനം ടി വി മഹോന്നതന്റെ മഹാകേളികൾ എന്ന് ഇന്ന് വരെ ഒരു പരമ്പര ഇറക്കിയിട്ടില്ല. കാരണം ജനൻ ചാനലിനറിയാം അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എതിരാണെന്ന്. അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രാമായണത്തിലെ പൊട്ടും പൊടിയും അതിശയോക്തിയും ഒക്കെ എടുത്ത് പരമ്പര സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ മഹോന്നതൻ ഒരു പെൺകുതിരയുടെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ആകാശം ചുറ്റി ചന്ദ്രനിൽ പോയി ചന്ദ്രൻ കണ്ട് തിരിച്ച് 7 ആകാശവും കടന്ന് അള്ളാന്റെ അടുത്ത് പോയി അള്ളാന്റെ അടുത്തുനിന്ന് എന്തൊക്കെ കിട്ടി എന്നുള്ള കഥകളൊക്കെ വേണമെങ്കിൽ പരമ്പരയായിട്ട് ജനൻ ടി വിക്ക് കാണിക്കാൻ പറ്റും. അതില് ചില കാര്യങ്ങൾ മാത്രം രാത്രി 10 മണിക്ക് ശേഷം കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ മഹോന്നതന്റെ കേളികൾ കാണിക്കുമ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് ആരെയാ ബുദ്ധിമുട്ടിക്കുക? സമൂഹത്തെ ബുദ്ധിമുട്ടിക്കും. അതിനൊന്നും ആരും ശ്രമിക്കില്ല. ഇപ്പം എക്സ് മുസ്ലിംസ് ഉണ്ട്. അവര് ഈ പറയുന്ന ഒടേതമ്പുരാനെയും ഈ മഹോന്നതനെ എടുത്തിട്ട് വാരിയിട്ട് അലക്കുന്നുണ്ട്. പക്ഷേ മാധ്യമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. മുക്കാൽ ചാനലിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ജബ്ബാർ മാഷ്, ജാമിദ ടീച്ചർ എന്താ അവരെടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ. ആ കഥകളും ഒന്ന് പരമ്പരയായിട്ട് ഇട്ടൂടെ മാധ്യമം? ഈ രാമനെ മാത്രം ഇടുന്നതിനേക്കാളും രാമന്റെ അടുത്ത് അത്ര അശ്ലീല കഥകളില്ല. രാമന് ഏകപത്നി വ്രതനാണ്. സീതയല്ലാതെ വേറെ ഒരു പെണ്ണിന്റെ പുറകെ പോയിട്ട് ഉള്ള ഒരു കഥയില്ല രാമന്. പക്ഷേ മഹോന്നതൻ അങ്ങനെയല്ല. മഹോന്നതൻ കേളികളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട്. അത് ബലാത്സംഗമുണ്ട്, ബാലപീഡനമുണ്ട്, അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ നടത്തിയിട്ടുള്ള മഹോന്നതന്റെ പരമ്പര ജനൻ ടി വി ടെലികാസ്റ്റ് ചെയ്താൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് ജനൻ ടി വി റേറ്റിംഗിൽ ഒന്നാമതെത്തും. അത് മാധ്യമം മനസ്സിലാക്കണം. അത് മാധ്യമം, കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുല്യമായ രീതിയിൽ മറുപ്രവർത്തനം നടത്താനുള്ള അവകാശമുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാരതം എന്ന ഭൂമിക അതിന് അവകാശം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ അത് ഇന്നലെ തുടങ്ങിയല്ല. പണ്ട് മാധ്യമം മനസ്സിലാക്കണം. പണ്ട് ക്രിസ്ത്യൻ മിഷണറീസ്
ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്ന് ഇതിനകത്താണോ നിങ്ങളുടെ ദൈവം ഇരിക്കുന്നത്, ആ കല്ലാണോ നിങ്ങളുടെ ദൈവം, ഇന്ന് പിണറായി വിജയൻ ചോദിച്ച മാതിരി അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്നൊക്കെ പണ്ട് മിഷണറി ചോദിച്ചപ്പോ നമ്മുടെ അടുത്തൊരു ചട്ടമ്പി സ്വാമി ഉണ്ടായിരുന്നു. മൂപ്പൻ എന്ത് ചെയ്തു, ഈ ബൈബിൾ മുഴുവൻ പഠിച്ചിട്ട് ക്രിസ്തുമത ചേതനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതി. അതോടുകൂടി തീർന്നു. അപ്പം വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, ആ മതാചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മതത്തിനും ശ്രേഷ്ഠത കൽപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ തള്ളാഹു വലുതാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ തള്ളാഹു ചെറുതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ശിവൻ ചെറുതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശിവൻ വലുതാണ്. ഞങ്ങളുടെ രാമൻ ഞങ്ങൾക്ക് വലുതാണ്. ആ ബോധ്യത്തിൽ നിന്ന് വേണം കളിച്ചാൽ ഞങ്ങളിപ്പോ കാര്യം തീരുമാനിച്ചു. ഇനി തള്ളാഹു കഥകൾ ഈ രാജ്യത്തെ സംഘികൾ എന്നാണല്ലോ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്, ഈ രാജ്യത്തെ സംഘികൾ തള്ളാഹു കഥകൾ ഈ പറയുന്ന ആരിഫ് ഹുസൈനിൽ ഒതുങ്ങുന്ന, ജബ്ബാർ മാഷിൽ ഒതുങ്ങുന്ന, ജാമിദ ടീച്ചറിൽ ഒതുങ്ങുന്ന, അതല്ലെങ്കിൽ ചെറു എക്സ് മുസ്ലിംസിൽ ഒതുങ്ങുന്ന അവർ പുറത്തുവിടുന്ന കഥകൾ ഞങ്ങൾ അങ്ങ് ഷെയർ ചെയ്യാൻ പോവുക. ഒന്നിനൊന്നായിട്ട് ഞങ്ങള് ഈ പറയുന്ന തള്ളാഹു കഥകൾ ഷെയർ ചെയ്യാൻ പോവുക. ഞങ്ങൾക്കൊക്കെ എവിടെയൊക്കെ താഴെ കമന്റ് ബോക്സ് ഉണ്ടോ ആ കമന്റ് ബോക്സിലൊക്കെ ഞങ്ങൾ ഈ തള്ളാഹു കഥകൾ, ഈ മഹോന്നതന്റെ കേളികൾ ഞങ്ങൾ അങ്ങ് വിളമ്പാൻ പോവുക. മാധ്യമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഞാൻ ഇന്ന് മുതൽ തള്ളാഹു കഥകൾ എന്റെ സൈറ്റിൽ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. യൂട്യൂബിലുണ്ട്. ദുഃഖം എല്ലാവർക്കും ഉള്ളതാണല്ലേ. രാമന്റെ ദുഃഖം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സീതയുടെ ദുഃഖവും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേ സമയത്ത് ആയിഷയുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഒത്തിരി കെട്ടിയിട്ട് ഒത്തിരി സ്ഥലത്ത് ദിവസം നിശ്ചയിച്ച് ഭോഗിച്ച ചരിത്രം, എന്നിട്ട് ദിവസം കൊടുക്കാത്ത ഭോഗിച്ച ചരിത്രം, ഇതൊക്കെ പുറത്തു വരണ്ടേ? കുറെ നാളായി ലൈവിൽ വന്നിട്ട്, സന്തോഷം. നമുക്ക് അനുഗ്രഹങ്ങളാണുള്ളത്, ഗുരുഭൂതരുടെ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ രാമായണം ശരിയാണ്. രാമായണത്തെ പലരും പല രീതിയിലും വിശകലനം ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആദ്യം ആരാണ് രാമനെ ചോദ്യം ചെയ്തത് എന്ന് ചോദിച്ചാൽ രാമായണത്തിൽ തന്നെ രാമനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരും രാമനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ടല്ലോ. രാമൻ ഒളിഞ്ഞു നിന്നിട്ടാണ് ആരെ കൊന്നത്? ആ കഥ അറിയാലോ. ബാല്യെ ഒളിഞ്ഞിരുന്ന് കൊന്നു. അത്രയും നട്ടലില്ലാത്തവനാണോ രാമൻ എന്ന് ഈ ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരോ ഇവിടുത്തെ മാധ്യമമോ മുക്കാൽ ചാനലോ അല്ല ചോദിച്ചത്. സാക്ഷാൽ ബാലി തന്നെ ചോദിച്ചു. അപ്പൊ ബാലിക്ക് കൃത്യമായിട്ട് രാമൻ ഉത്തരം കൊടുത്തു. നീ മൃഗമല്ലെന്ന് നിനക്ക് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? നീ മൃഗതുല്യനായിട്ടാണ് ജീവിച്ചത്. നീ സ്വന്തം സഹോദരന്റെ ഭാര്യയെ മോഷ്ടിച്ചവനാണ്. അതാണ് ചോദിച്ചത്. രാമൻ പറഞ്ഞു, നീ നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ മോഷ്ടിച്ചത് കൊണ്ട് തന്നെ നീ മൃഗമാണ്. മൃഗത്തെ ഒളിഞ്ഞിരുന്നോ വല വെച്ചോ എങ്ങനെ വേണമെങ്കിലും വധിക്കാം. അപ്പോ പിന്നെ സ്വന്തം മകന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ആ മഹോന്നതന്റെ നേർക്ക് വിരല് ചൂടണ്ടേ? സ്വന്തം മകൻ, വളർത്തുമകൻ മകനല്ല. കാരണം അവന്റെ ഭാര്യ സുന്ദരിയാണെങ്കിൽ വളർത്തുമകന്റെ ഭാര്യ എന്റേതാണ്, സ്വന്തമാണ് എന്ന് നിശ്ചയിച്ച ആ മഹോന്നതന്റെ ആ മഹാപ്രവൃത്തിയെക്കുറിച്ച് പറയണ്ടേ? മുക്കാൽ ചാനലെ, മാധ്യമമേ, സ്വന്തം മകളെ, സ്വന്തം മരുമകളെ, കഥകൾ ഒരുപാടുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കിയ കഥകളല്ല. നിങ്ങളുടെ വേദപുസ്തകത്തിലും നിങ്ങളുടെ
ഗ്രന്ഥങ്ങളിലും അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും ശുക്ലം അകത്ത് കളയണമോ പുറത്തു കളയണമോ എന്നുള്ള ചോദ്യം വരെ മഹോന്നതന്റെ മുമ്പിൽ വന്നപ്പോ മഹോന്നതൻ അകത്ത് കളഞ്ഞോളൂ എന്ന് പറഞ്ഞ കഥയുമുണ്ട്. ഇതൊരു പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷേ പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തരണ്ടേ? മാധ്യമമേ, രാമനെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്. ശൂർപ്പണക വന്നിട്ടില്ലേ രാമന്റെ അടുത്ത്? പ്രിയനെ, ഇവളെ ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് അവളുടെ കൂടെ പോയവനല്ല രാമൻ. അറിയാമോ? ഗർഭിണിയായ സീതയെ രാമൻ എപ്പോഴാണ് ഉപേക്ഷിച്ചത്? മാധ്യമത്തിന് അറിയോ? നിറവയറോട് നിൽക്കുന്ന സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചതിന് രാജധർമ്മം എന്നൊരു ധർമ്മമുണ്ടെന്ന് രാമൻ നമ്മെ പഠിപ്പിച്ചു. സ്വന്തം ഭാര്യയെക്കുറിച്ചാണെങ്കിൽ സ്വന്തം മക്കളെക്കുറിച്ചാണെങ്കിൽ ജനത്തിന് അതൃപ്തി ഉണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണമെന്ന് ഭരണാധികാരിയോട് പറയുന്ന ആ പറച്ചിലിന് ഉത്തരം കൊടുത്തവനാണ് രാമൻ. അല്ലാതെ മരുമകളെ സ്വന്തമാക്കാൻ വേണ്ടി മൊഴി ചൊല്ലിപ്പിച്ചവനല്ല രാമൻ. മനസ്സിലാക്കണം. മാധ്യമം മനസ്സിലാക്കണം. ഹനുമാൻ ചാടിയത്, ഹനുമാൻ എങ്ങനെ ഇന്ത്യയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടി എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബുറാക്കിന്റെ പുറത്ത് കയറിയിട്ട് ചന്ദ്രനിൽ പോകാമെങ്കിലും, ചന്ദ്രന് വലം വയ്ക്കാമെങ്കിൽ, ഏഴാകാശം കടന്ന് സ്വർഗവും നരകവും കണ്ടിട്ട് വരാമെങ്കിൽ ഹനുമാന് കൃത്യമായിട്ടും ചാടാം. മാധ്യമമേ, ഹനുമാൻ ഒരു മലയെ പൊക്കാം. മലക്കുകൾക്ക് മല പൊക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഹനുമാനാണ് പൊക്കാൻ പറ്റാത്തത്. ഞങ്ങളുടെ മലക്കാണ് ഹനുമാൻ. ഹനുമാൻ അങ്ങനെ കാണിച്ചതിൽ നിങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. രാമായണം കെട്ടുകഥയാണ്. പക്ഷെ കെട്ടുകഥ വെറുതെ നോക്കിയിട്ട് ചന്ദ്രനെ രണ്ടായിട്ട് പടർത്തിയിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച ചരിത്രമുണ്ട്. എത്ര വിശ്വസനീയമാണ് അതിന്റെ, അതെത്ര വിശ്വസനീയമാണ്. സ്വന്തം ഭക്തർക്ക് വേണ്ടി വേശ്യാലയം ഒരുക്കി നിൽക്കുന്ന ദൈവമല്ല ഞങ്ങളത്. തുറന്നു പറയട്ടെ, ഭക്തർക്ക് വേണ്ടി 72 വേശ്യകളെ സൃഷ്ടിച്ച് അവരുടെ കാമം ശമിപ്പിക്കാൻ വേണ്ടി കൊച്ചു നിൽക്കുന്ന, കാത്തു നിൽക്കുന്ന ഒരു ഈശ്വരനല്ല ഞങ്ങളുടേത്. തന്നെ വിശ്വസിക്കാത്തവരെ മുഴുവനും ചുട്ടുപൊള്ളിക്കുന്ന വറചട്ടി ഉണ്ടാക്കി കാത്തിരിക്കുന്നവനല്ല ഞങ്ങളുടെ ദൈവം. രാമന്റെ ദൈവം, രാമനാകുന്ന ദൈവം, കൃഷ്ണനാകുന്ന ദൈവം. രാമായണം ഒടയതമ്പുരാൻ വന്നിട്ട് നേരിട്ട് ഇറക്കി തന്നൊന്നല്ല മാധ്യമമേ. വാൽമീകി എഴുതിയതാണ് രാമായണം. അത് ഞങ്ങൾ തന്നെ പറയുന്നു. അധകൃതനായിട്ടുള്ള വാൽമീകി എഴുതിയതാണ് രാമായണം. സംശയിക്കണ്ട, എഴുതിയതാണ്. മറ്റേ സന്യാസിമാര് മുനിമാര് എഴുതിയതാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്ന് ഞങ്ങൾ തന്നെ പറയുന്നു. അല്ലാതെ ദൈവം വന്ന് ഈ ഒരു മാലാഖയിലൂടെ വന്ന് ഇന്നാ പിടിച്ചോ എന്റെ മൊഴിമുത്തുകൾ, നിനക്ക് കാമം തോന്നുമ്പോൾ നിന്റെ കാമതൃപ്തിക്കനുസരിച്ച് ഞാൻ മൊഴിവചനങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഒരു ദൈവമല്ല, ഒരു ഈശ്വര തത്വമല്ല ഞങ്ങളുടേത്. രാമന്റെ മൂത്രം കുടിച്ചാൽ രോഗം ശമിപ്പിക്കുമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എവിടെയുമില്ല. രാമൻ തുപ്പിയ വെള്ളം കുടിച്ചാൽ രോഗം ശമിപ്പിക്കുമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയുമില്ല. അശ്ലീലമാണത്. ആ അശ്ലീലങ്ങൾ ഗണ്ടശ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? മാധ്യമം അങ്ങനെയല്ലേ?
മാധ്യമം ഒരു പക്ഷത്ത് നിൽക്കാതെ തള്ളാഹു കഥകളും രാമായണ കഥകളും ഒക്കെ വിടൂ, ക്രിസ്തുവിന്റെ കഥകളും വിടും. അപ്പോഴല്ലേ ജനാധിപത്യം വരിക. അല്ലാതെ തള്ളാഹു കഥകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രാമനെ മാത്രം വേട്ടയാടുന്ന ആ പരിപാടി നല്ലതാണോ മാധ്യമമേ, മുക്കാൽ ചാനലേ? ജനാധിപത്യം എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം അധികാരം കാണിക്കാമെന്ന ഈ ദാഷ്ട്യം കാണിക്കാവുന്ന ഒരു മേഖലയല്ല. ബഹുഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിനും അവിടെ സ്ഥാനമുണ്ട്. ആ ബഹുഭൂരിപക്ഷത്തിന്റെ ടാക്സ് വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നേടുന്നത്. ഒരു രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ ധിക്കരിക്കാൻ മാധ്യമങ്ങൾക്ക് അധികാരമില്ല. ഒരു രാജ്യത്തെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ എല്ലാം ചോദ്യം ചെയ്യണം. മഹോന്നതന്റെ മഹാകേളികളും ഖണ്ഡശ പ്രസിദ്ധീകരിക്കണം. പറ്റുമോ? ഇപ്പം ജബ്ബാർ മാഷും ജാമിദ ടീച്ചറും ഒക്കെ തന്നെയും ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെയല്ല ഒരു മാധ്യമം, അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാധ്യമം തയ്യാറാവുമ്പോൾ ഈ രാജ്യത്തെ ഞങ്ങൾ സംഘികളും ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുമാതിരി എല്ലാ കഥകളും ഞങ്ങൾ ഇനി വലിച്ച് വിതറാൻ പോവുകയാണ്. എല്ലാ കഥകളും ഈ പറയുന്ന നിങ്ങളെ സംബന്ധിക്കുന്ന, നിങ്ങളുടെ മതത്തെ സംബന്ധിക്കുന്ന എല്ലാ കഥകളും ഞങ്ങളിനി വിളമ്പാൻ പോവുകയാണ്. നിർദാക്ഷിണ്യം. നിങ്ങൾക്ക് രാമായണത്തെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ നിങ്ങളുടെ തള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്നേ ഉള്ളൂ. വിഷമൊന്നുമില്ലല്ലോ. വിഷമിക്കരുത്. ഞങ്ങൾ സെക്സിനെയും ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കാമശാസ്ത്രം. ജീവിതത്തിൽ ഒന്നും അന്യമല്ല. അന്നം വേണ്ടേ? വീട് വേണം, ഭാര്യ വേണം, ഭാര്യയോടൊത്ത് ശയിക്കണം, സെക്സ് വേണം. ഇതൊക്കെ നിറഞ്ഞതാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയ്ക്കും വേണ്ട പ്രാതിനിധ്യം, അതിന്റെ ഗൗരവം ഭാരതം നൽകിയിട്ടുണ്ട്. നിനക്ക് സെക്സ് പഠിക്കണോ? 64 കലകളും പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാ. ഞങ്ങളുടെ ഗ്രന്ഥമുണ്ട്. നിനക്ക് ധർമ്മം പഠിക്കണോ? അതും അവിടെയുണ്ട്. നിനക്ക് നിരീശ്വരത്വം പഠിക്കണമോ? അതും അവിടെയുണ്ട്. ഒന്നിനെയും മാറ്റി നിർത്തിയിട്ടില്ല. ഭാരതം ഒന്നിനെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇത് നല്ലത്, അത് നല്ലത് എന്ന് ഭാരതം പറഞ്ഞിട്ടില്ല. എല്ലാം നല്ലത്, എല്ലാം നല്ലതിലേക്കാവണം എന്നാണ് ഭാരതം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ 2047 ആകുമ്പോഴത്തേക്കും ഇവിടെ തള്ളാന്റെ രാജ്യം വരണം എന്ന് ഭാരതം പറയില്ല. ഹൈന്ദവന്റെ രാജ്യം വരണമെന്നും ഭാരതം പറയില്ല. ഭാരതത്തിന്റെ സംസ്കാരം ഇവിടെ നിലനിൽക്കണം. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ആ സംസ്കാരത്തെ തൊട്ട് കളിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ തള്ളാഹു കഥകൾ ഇറങ്ങും. തള്ളാഹു കഥകൾ ഇറങ്ങും. അത് പറയാനാണ് ഇന്ന് ലൈവിൽ വന്നത്. അത് പറയേണ്ടുന്നതാണ്. പറയാതെ പോയാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വെറും ഷണ്ണന്മാരാണ്. അല്ല. ഇന്ന് ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് തിരിച്ചു തരണം എന്ന നല്ല ബോധ്യമുള്ള സമൂഹമാണ് ഹൈന്ദവ സമൂഹം. നിങ്ങൾ ഇങ്ങോട്ട് 1 തന്നാൽ തിരിച്ച് 10 അങ്ങോട്ട് തരണം. അങ്ങോട്ട് ആദ്യം ഞങ്ങൾ തരില്ല. നിങ്ങൾ 1 ഇങ്ങോട്ട് തന്നാൽ തിരിച്ച് അങ്ങോട്ട് നിങ്ങളുടെ മഹോന്നതരെ പോലില്ല. എഗ്രിമെന്റ് എഴുതിയിട്ട്
ആ എഗ്രിമെന്റിന്റെ മഷി ഉണങ്ങുന്നതിന്റെ മുന്നേ അത് ലംഘിക്കുന്നവരല്ല ഞങ്ങള്. നിങ്ങളുടെ മഹോന്നതൻ അങ്ങനെയാണ്. എഗ്രിമെന്റിൽ പോലും വിഷം കലർത്തുന്നവനാണ് നിങ്ങളുടെ മഹോന്നതൻ. അങ്ങനെ കുറെ പരമ്പരകളുണ്ട്. 6 വയസ്സുള്ള കുട്ടിയെ പോലും വെറുതെ വിടാത്തവനാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. 6 മുതൽ 9 വരെ തയ്യിങ് എന്ന പ്രോസസ്സ് നടത്തിയെന്നാ പറയുന്നത്. ഞാൻ പച്ചമലയാളത്തിൽ പറയുന്നില്ല എന്താ തയ്യിങ്. അത് താല്പര്യമുള്ളവർ അന്വേഷിച്ചു പോകട്ടെ. ഞങ്ങൾ പറയുന്നതല്ല, മഹോന്നതനെ കുറിച്ച് മഹോന്നതന്റെ ചരിത്രം പറയുന്ന ഹദീസുകൾ പറയുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളോട് ഇഷ്ടക്കേടൊന്നും തോന്നരുത്. നിങ്ങളുടെ ഹദീസുകൾ ഗണ്ടശ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? ഒരു വെല്ലുവിളിയാണ്. മാധ്യമത്തോട് ഒരു വെല്ലുവിളി നടത്തുകയാണ്. നിങ്ങളുടെ ഹദീസുകൾ ഒന്നൊന്നായി നിങ്ങളുടെ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാൻ നട്ടലുണ്ടോ? തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ അതിന് തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ്. കുറച്ച് കടന്ന ചോദ്യമാണോ? അതില്ല എന്നറിയാം, എന്നാലും ചെയ്യണ്ടേ? അതല്ലേ മര്യാദ. അതുകൊണ്ട് ഗണ്ടശ ഹദീസുകളൊന്ന് പ്രസിദ്ധീകരിക്കണം. ഇവിടുത്തെ പൊതുസമൂഹം ഒന്ന് കോൾമയിർ കൊള്ളട്ടെ. വേണ്ടേ? അവരൊന്ന് കോൾമയിർ കൊള്ളണം. നമസ്തേ സുരേഷ്, ലങ്കേഷ്, ലങ്കു, ഹായ് ഹായ്. പറയാതിരിക്കാൻ പറ്റുമോ? രാമായണത്തെ കീറി മുറിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് മഹോന്നതനെയും കീറി മുറിക്കാം. ഹനുമാനെ കീറി മുറിക്കാൻ പറ്റുകയാണെങ്കിൽ മലക്കുകളെയും കീറി മുറിക്കാം. എല്ലാരെയും കീറി മുറിക്കാം നമുക്ക്. നമ്മളെന്താണോ സ്റ്റോക്ക് ഇല്ലാത്തത്? സംഘടിതമായിട്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. മഹോന്നത കഥകൾ നിങ്ങളും ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ലോകം മുഴുവൻ അറിയട്ടെ. ഇതുവരെ അറിയാത്തവരും അറിയട്ടെ. കാരണം നമുക്ക് ഗുണമുണ്ടാക്കി തന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് നമിക്കണം. ഒന്ന് MM അക്ബറാണ്. MM അക്ബർ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഭീകരന്മാർ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇസ്ലാമിസ്റ്റുകളുടെ മുഴുവൻ മുഖവും തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ജനതയെ സഹായിച്ചവർ MM അക്ബറിനെ പോലുള്ള ആൾക്കാരാണ്. സക്കീർ നായിക്കിനെ പോലുള്ള ആളുകളാണ്. ആ ദൗത്യം ഇപ്പം മാധ്യമം ഏറ്റെടുത്തു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇങ്ങോട്ട് തന്നാലല്ലേ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. അതാണ് മര്യാദ. അതുകൊണ്ട് സംഘികളായ എന്റെ സുഹൃത്തുക്കൾ, മഹോന്നതന്റെ ഈ വീരചരിതങ്ങൾ നമ്മുടെ ലിയാഖത്ത് അലി, അതേപോലെ ഖുർആൻ പഠിപ്പിക്കുന്ന നമ്മുടെ ജബ്ബാർ മാഷ്, ജാമിദ ടീച്ചർ, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഹാരിഫ് ഹുസൈൻ, ഗംഭീര ഹാരിഫ് ഹുസൈന്റെ തോട്ട്സ്. അപ്പൊ ഈ ഹാരിഫ് ഹുസൈനൊക്കെ ഫോളോ ചെയ്ത് ഞാൻ അവർക്ക് കുറച്ച് ഇൻകം ഉണ്ടാവട്ടെ, കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവണം അവർക്ക്. അതൊക്കെ മാക്സിമം നിങ്ങളുടെ ടൈം ലൈനിൽ കൊണ്ടുപോയി ഷെയർ ചെയ്യണം. നമുക്ക് അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മുടെ അടുത്തൊരു മാധ്യമം പോലൊരു മാഗസിൻ ഇല്ല. അത് അല്ല, നമ്മളിപ്പം കേസരിയെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത് മര്യാദക്കാരല്ലേ? നമ്മൾ മതിയെന്നേ. ഈ ഓൺലൈൻ സംഖ്യകൾ മതി ഇതിന് പ്രചാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ സംഖ്യകൾ ധാരാളമാണ്. ആഞ്ഞു പിടിച്ചാൽ തള്ളാഹു കഥകളും മഹോന്നതന്റെ കേളികളും നിമിഷാർദ്ധം കൊണ്ട് ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഓൺലൈൻ സംഖ്യകൾ ധാരാളമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഓൺലൈൻ സംഖ്യകൾ അത്തരം യൂട്യൂബ് സൈറ്റിലും മറ്റു സൈറ്റിലും പോയിട്ട് ഇതെല്ലാം മാക്സിമം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം.
നമ്മുടെ രാമന്റെ അല്ലെങ്കിൽ രാമായണത്തിന്റെ കെട്ടുകഥകൾ മാത്രം ലോകം അറിഞ്ഞാൽ പോരല്ലോ. തള്ളാഹുവിന്റെ കെട്ടുകഥകളും മഹോന്നതന്റെ കേളികളും മഹാകേളികളും ഒക്കെ ജനങ്ങളെ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ജബ്ബാർ മാഷ്, ജാമന്ത ടീച്ചർ, അതുകൂടാതെ ഒരുപാട് യൂട്യൂബിൽ അന്വേഷിച്ചാൽ മതി, ഇഷ്ടംപോലെ കിട്ടും. മഹോന്നതന്റെ കേളികൾ അന്വേഷിച്ചാൽ കിട്ടും, ചതികൾ അന്വേഷിച്ചാൽ കിട്ടും. ഒക്കെ വേണമെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളും ഈ മഹോന്നതന്റെ വീരകഥകൾ വിളമ്പുന്ന ഹദീസുകൾ ഒന്നൊന്നായി കോപ്പി ചെയ്ത് അവരുടെ പ്രചരണാർത്ഥം പുറത്തിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതേ കുത്തിത്തിരിപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ മറുപടി കൊടുക്കണം. നമ്മൾ ഇതിന് ആരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല കാര്യമായിട്ട്. ഇപ്പൊ ഞാനൊരു മുസൽമാനായിരുന്നപ്പോൾ ഞാൻ എന്റെ മതത്തിലെ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിങ്ങളെ അല്ല, ഇസ്ലാമിലെ ഈ തോന്നിവാസങ്ങളെ, പല തോന്നിവാസങ്ങളെയും എടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ ഒന്നടക്കമല്ല. അതിലെ അതിന്റെ രാഷ്ട്രീയം ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഹൈന്ദവ പത്രവും ഇതൊന്നും എടുത്ത് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ മാധ്യമത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ സംഘികളുടെ ഒരു ആവശ്യമാണ്. എല്ലാ സംഘികളും അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം നടത്തണം. കഴിയുന്നത്ര ഈ കഥകൾ വിതരണം ചെയ്ത് സമൂഹത്തെ വെടിപ്പാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ നമുക്കങ്ങനെയല്ലേ, നിങ്ങൾക്ക് വല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. കുറച്ച് പേരാണെങ്കിലും കുറച്ച് പേരുണ്ട്, 5-6 പേരുണ്ട് എന്റെ മുമ്പിൽ. കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് പേര് വരും. ഒരുപാട് പേർക്ക് വേണ്ടി വീണ്ടും നമുക്കൊന്നും കൂടി വേണമെങ്കിൽ വരാം. പക്ഷെ ഇത് ചൂട് ഉള്ളപ്പോൾ തന്നെ കൊടുക്കണം. കാരണം രാമായണ മാസമാണ്, ഭക്തിയുടെ മാസമാണ്. ഈ രാമായണ മാസത്തിൽ തന്നെ നമ്മളെ വന്ന് കുണയ്ക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് ആ രാമായണ മാസത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം. രാമൻ ഇടത് കരണത്തടിച്ചാൽ വലത് കരണം കാണിക്കാൻ മാത്രമല്ല പറഞ്ഞത്, തിരിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. മാധ്യമത്തിനേക്കാൾ വലിയ രാവണനായിരുന്നു അല്ലേ? രാവണന് എന്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു? എല്ലാം നിറഞ്ഞ രാവണനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയല്ലേ മാധ്യമം. അതുകൊണ്ട് കണ്ടറിഞ്ഞു കൊടുക്കുക. അതിന് അമാന്തം ഒട്ടും പാടില്ല. നാളെ മുതൽ വേണ്ട, ഇന്ന് മുതൽ എളുപ്പം ശേഖരിക്കാവുന്നേ ഉള്ളൂ. ഈ ചന്ദ്രനെ പുലർത്തിയതും അവനവന്റെ കാമത്തിന് വേണ്ടി ആ സമയത്ത് പുതിയ പുതിയ പ്രവചനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ആ മഹോന്നതന്റെ കഥകൾക്ക് ഒരു ഗൂഗിളിൽ ഒന്ന് ചെറുങ്ങനെ സെർച്ച് ചെയ്താൽ 1000 എണ്ണം പൊന്തി വരും, ഈവൻ വിത്ത് വീഡിയോസ്. എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ഇപ്പോഴും കണക്കില്ല. പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. 11, 9, 21, 40, 50-ലേറെ. ലോകത്ത് അടിമ വ്യവസ്ഥയെ അവസാനം വരെയും കാത്തു സൂക്ഷിച്ച ഒരു സമൂഹമാണ്. അടിമയായി വരുന്ന പെണ്ണിനെ ഏതു സമയമാണെങ്കിൽ നട്ടുച്ചയ്ക്കും അവന്റെ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭർത്താവിന്റെ കൂടെ ശയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും തനിക്ക് കാമം തോന്നിയാൽ പിടിച്ചു കൊണ്ടുവന്ന് ഭോഗിക്കാൻ അധികാരം നൽകുന്ന ലോകത്ത് ഒരൊറ്റ ശ്രേഷ്ഠ മതമേ ഉള്ളൂ.
തോന്നുന്ന പെണ്ണിനെ മുൻകൂട്ടി പണം കൊടുത്തതാ, നിനക്ക് ഞാൻ 10 രൂപ തരുന്നു, എന്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേശ്യാവൃത്തി എന്നല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല, ബലാത്സംഗം എന്നല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തത് ഈ മഹോന്നതൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊക്കെ പുറത്തു കൊണ്ടുവരാം വിത്ത് എവിഡൻസ്. അവർ തന്നെ പറഞ്ഞ എവിഡൻസ്. ബുഖാരിയിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന നമ്പർ ഇന്ന പേജ് എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരാം. അതോടുകൂടി തീരുന്നതേ ഉള്ളൂ ഈ വിശ്വാസ പ്രമാണം. ആണിനെ മാത്രം കണ്ടിച്ചാൽ പോരാ, പെണ്ണിനെയും കണ്ടിക്കണം എന്ന് പറയുന്നവരാണ് ഈ സമൂഹം. എന്താണ് കണ്ടിക്കുന്നത് വെച്ചാൽ, ഈ പറയുന്ന ഈശ്വരൻ പൂർണ്ണമായിട്ടും സൃഷ്ടിച്ച ഒരു വ്യക്തിയുടെ ഒരു 1/2 ഇഞ്ച് കഷണം പുള്ളി മുറിക്കാൻ മറന്നുപോയത് കൊണ്ട് മുറിച്ചോളൂ എന്ന് പറയുന്ന വിശ്വാസ പ്രമാണമാണ്. അത് പെണ്ണിന്റേത് ഏതാണ് തള്ളി നിൽക്കുന്നത് നിങ്ങൾക്കറിയാലോ, അത് മുറിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പണ്ഡിതന്മാർ തമ്മിൽ തല്ലുകൂടുകയാണ്. എങ്ങനെ മുറിക്കണം, എപ്പോ മുറിക്കണോ, മുറിക്കണമെന്ന് തന്നെയാണ് ദീൻ പറയുന്നത്. അന്യവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് തട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് യുദ്ധസന്ദർഭത്തിലാണെന്ന് പറഞ്ഞിട്ട് സോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് മിനിക്കുന്ന ആൾക്കാരൊക്കെ ആ ഇടപാടൊക്കെ നിന്ന് എല്ലാ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് ഇന്ന് പുറത്തു വന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ലിയാഖത്ത് അലി കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാ യുദ്ധങ്ങൾക്കും ശേഷം രണ്ടാമത്തെ ഹജ്ജിന് മുമ്പായിട്ടാണ് ഇത് പറയുന്നതെന്ന്. അപ്പൊ ആ കള്ളങ്ങളൊക്കെ അവര് തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അത് പഠിച്ചവർ തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്യവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ചാൽ തട്ടിക്കളയണം എന്ന് പറഞ്ഞത് യുദ്ധ സന്ദർഭത്തിലല്ല എന്ന് ഇന്നറിയാം. MM അക്ബറിന്റെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഒക്കെ വാക്കുകൾ നൽകി. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞെന്താണ്? ഗുരുവായൂരപ്പ എന്ന് വിളിച്ച സ്വർഗത്ത് പോവില്ല എന്ന് പറഞ്ഞില്ലേ? തിരിച്ചു പറയണം മുജാഹിദ് തള്ളേ അല്ല എന്ന് വിളിച്ചാലും നീയും തലകുത്തി മറിഞ്ഞാലും നീ സ്വർഗത്തിൽ പോവില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കും ഉണ്ട്. അത് പ്രയോഗിച്ചു നോക്കൂ. അതിനുവേണ്ടിയാ വരുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മുന്നിലുള്ളവർക്ക് നന്ദി. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. എന്റെ വാക്ക് മാത്രം ഷെയർ ചെയ്താൽ പോരാ. തള്ളാഹു കഥകളും മഹോന്നതന്റെ മഹാകേളികളും മാക്സിമം ഷെയർ ചെയ്യുക. ജനങ്ങൾ അറിയട്ടെ. രാമായണം നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാവുന്നതാണ്. രാമായണത്തിൽ പലതും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിട്ടിസിസത്തിനും അപ്പുറമല്ല നമ്മുടെ വേദഗ്രന്ഥങ്ങളൊന്നും. ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ കൃഷ്ണൻ പറഞ്ഞെന്താണ്? ഗീത മുഴുവൻ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അർജുന ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു, പക്ഷെ നിനക്ക് ഉൾക്കൊള്ളാവുന്നത്, നിനക്ക് മന്നം ചെയ്ത് നിനക്ക് സ്വീകരിക്കാവുന്നത് മാത്രം സ്വീകരിക്കൂ, ബാക്കിയെല്ലാം തള്ളിക്കളയെന്നാ പറഞ്ഞത്. രാമായണത്തിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്നതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, തള്ളാവുന്നതൊക്കെ ഞങ്ങൾ അതിനുള്ള റൈറ്റ് നൽകുന്ന ലോകത്തിലെ ഏക മതമാണോ ഹിന്ദുമതം? ധൈര്യമുണ്ടോ? നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു വാക്ക് തെറ്റാണെന്ന് പറഞ്ഞ് തട്ടിക്കളയാൻ ധൈര്യമുള്ള നട്ടലുള്ളവരാരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? മാധ്യമമേ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ തെറ്റായ കാര്യങ്ങൾ, അശ്ലീലമുണ്ട് എന്ന് കണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ നട്ടലുള്ള തന്റേടമുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? കുറച്ച് എക്സ് മുസ്ലിം ഒഴികെ വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ വിശ്വാസികൾ തന്നെ പറയും, ചില ഗിമ്മിക്സുകൾ വിട്ടേക്കൂ. അത് കഥയാണ്, കവിതയാണ്, പാട്ടാണ്. അതിൽ ചിലപ്പോൾ ചില പൊടിപ്പും തുങ്ങലൊക്കെ വരും. അതിന്റെ സത്തയാണ് ഞങ്ങൾ എടുക്കുന്നത്. രാമന്റെ സത്തയാണ് ഞങ്ങൾ എടുക്കുന്നത്.
സീതയുടെ സത്തയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഭർത്താവിന്റെ കൂടെ സഞ്ചരിച്ച് എല്ലാ ദുഃഖങ്ങളും സഹിച്ച് അപമാനങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന സീതയാണ് ഞങ്ങളുടെ മാതൃക. രാജ്യത്തെ ജനങ്ങളെ മാത്രം ചിന്തിച്ച്, ധർമ്മത്തെ മാത്രം ചിന്തിച്ച്, ധർമ്മത്തെ മാത്രം മുറുകെ പിടിക്കുന്ന രാമനാണ് ഞങ്ങളുടെ മാതൃക. അല്ലാതെ സൈറ്റ് അടിച്ച് കാണിച്ചപ്പോ കൂടെ പോയിട്ടില്ല. രാവണന്റെ പെങ്ങളുടെ കൂടെ പോയാലും എന്താ മോശം വല്ലതുണ്ടോ? മഹോന്നതിന് 10 20 ആവാമെങ്കിൽ നമ്മുടെ രാമന് 4 5 ആയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ രാമൻ പോയിട്ടില്ല, അത് മനസ്സിലാക്കണം. സീതയെ കളഞ്ഞിട്ടും രാമനൊന്ന് മൂളിയാ പോരെ? എത്ര പെൺകുട്ടികൾ ഉണ്ടാവുമായിരുന്നു രാമന്, അല്ലേ? രാമന് പെണ്ണ് കിട്ടാച്ചിട്ടാണോ രാമൻ പെണ്ണ് കെട്ടാത്തത്? മാധ്യമം മനസ്സിലാക്കണം. ഭരതനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? വെള്ളിത്തലയിൽ രാജ്യം വെച്ച് നീട്ടി, സ്വന്തം അമ്മ രാജ്യം വെച്ച് നീട്ടിയിട്ടും അത് സ്വീകരിക്കാതെ അതിനർഹൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയി രാമന്റെ കാല് പിടിച്ച് എട്ടാ വരൂ എന്ന് പറഞ്ഞപ്പോ വരാതിരുന്നപ്പോ ആ രാമന്റെ ചെരുപ്പ് കൊണ്ടുപോയി സിംഹാസനത്തിൽ വെച്ചവനാണ് ഭരതൻ. നിങ്ങളുടെ മഹോന്നതന് അങ്ങനെ ഒരു അംശത്തിന്റെ ശ്രേഷ്ഠത പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭരതന്റെ ശ്രേഷ്ഠത പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ലക്ഷ്മണന്റെ ശ്രേഷ്ഠത പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ മഹോന്നതന് അങ്ങനെ ഒരു ശ്രേഷ്ഠത പറയാവുന്ന ഒരു സന്ദർഭവും ഇല്ല. കാമം തോന്നിയപ്പോ കണ്ട സ്ത്രീകളെയൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. അത്യാർത്തിമൂർത്ത് രാജ്യങ്ങളെ കൊള്ളയടിച്ച് അവിടുത്തെ സമ്പത്ത് മാത്രമല്ല അവിടുത്തെ സ്ത്രീകളെയും തട്ടിയെടുത്ത് ഭോഗിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അതാണോ ശ്രേഷ്ഠത? ലങ്കയെ കീഴടക്കിയിട്ട് എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നു രാമനും ലക്ഷ്മണനും ഭരതനും ഒക്കെ? ലങ്കേന് നല്ല പെണ്ണുങ്ങളുണ്ടാവുമല്ലോ. ലങ്കയില് കൊണ്ടുവന്നോ? അടിമയായിട്ട് സമ്പത്ത് കൊണ്ടുവന്നോ? ഇവിടെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ രാമൻ എന്താ പറഞ്ഞത്? ഞാൻ ജനിച്ച മണ്ണാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞത്. കൊള്ളയടിച്ച സമ്പത്തും കൊണ്ട് വന്നിട്ടില്ല. നിങ്ങൾ കൊള്ളയടിച്ചതിന്റെ ചരിത്രങ്ങൾ ഒന്ന് പുറത്തു വാ, കണ്ടശേ പറയാം. കൊള്ളയടിക്ക് മാത്രമോ? ഈ മതത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. വരില്ല എന്ന് പറഞ്ഞവരെയൊക്കെ തല വെട്ടിയിട്ടാണ് മഹോന്നതൻ നീതി നടപ്പാക്കിയത്. ചിലർക്ക് നികുതി തന്നിട്ട്, ജസ്യ തന്നിട്ട് വേണമെങ്കിൽ ജീവിച്ചോ എന്നും പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നിന്റെ വിശ്വാസമാണ്, നീ ആ വിശ്വാസത്തിൽ ജീവിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കൃഷ്ണനൊക്കെ പറഞ്ഞിരുന്നത് നിനക്ക് അത് വേണം സ്വീകരിക്കാം, ഇത് വേണം സ്വീകരിക്കാം, തള്ളാഹുവിനെ വേണമെങ്കിൽ സ്വീകരിക്കാം, ഡിങ്കനെ വേണമെങ്കിലും സ്വീകരിക്കാം. അങ്ങനെ പറയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഞങ്ങള് സംഘികള്. ഡിങ്കനെയും അംഗീകരിക്കാം, തള്ളാഹുവിനെ അംഗീകരിക്കാം. പക്ഷെ ഈ പറഞ്ഞ മഹോന്നത അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം മ്ലേച്ഛനാണ്. അടുത്ത റംസാനെ ഗണ്ടഷ പ്രസിദ്ധീകരിക്കണം. മഹോന്നത കേളികൾ പറ്റുമോ? റമദാൻ മാസത്തിൽ ജനം TV ചെയ്യട്ടെ. പിന്നെ മീശ പിരിച്ച് വരരുത്. കേസരിക്കും വേണേൽ ചെയ്യാം. അപ്പൊ മീശ പിരിക്കരുത്. ലിയാഖത്തലി വേണമെങ്കിൽ എഴുതി തരും, പറഞ്ഞാൽ മതി. കാരണം അവര് ചരിത്രം എഴുതുന്ന ആൾക്കാരാ. ലിയാഖത്തലി എഴുതി തരും, ജാമ്യ ടീച്ചർ വരും, വേണമെങ്കിൽ അവതരിപ്പിക്കാൻ.
കൊണ്ടുവരട്ടെ റമദാൻ മാസത്തിൽ. മാധ്യമം മനസ്സിലാക്കിയ നന്ന്. നിങ്ങളുടെ പെട്ടിയിലെ അവസാനത്താണി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പെട്ടിയിലെ അവസാനത്താണി നിങ്ങൾ തന്നെയാണ്. ലോകം ഇന്ന് തെളിയിക്കുന്നതാണ്. അത് സിറിയയിലാണെങ്കിൽ ശരി, ഈ പറയുന്ന ഗാസയിലാണെങ്കിലും ശരി, യൂറോപ്പിലാണെങ്കിലും ശരി, സൗദി അറേബ്യയിലാണെങ്കിലും ശരി, നിങ്ങളുടെ ആണി സംഖ്യകളല്ല അടിക്കുന്നത്, നിങ്ങൾ തന്നെയാണ്. ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യും എന്നൊരു കാർട്ടൂൺ ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഒരു മുസൽമാൻ മാത്രം ബാക്കിയാവുകയാണെങ്കിൽ അവൻ അവന്റെ നിഴലിനോട് യുദ്ധം ചെയ്യും. ഇന്ന് സംഭവിച്ചത് അത് തന്നെയാണ്. ഗാസയിൽ RSS അല്ല, തുർക്കിയിൽ RSS അല്ല, യൂറോപ്പിൽ RSS അല്ല. അവിടെയൊക്കെ എന്താണോ മനുഷ്യന്റെ തല വെട്ടുന്നത്, പൊട്ടിച്ചു തരുന്നത് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞു. ലോകത്ത് അസ്വസ്ഥത പടർത്തുന്നത് എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം ഭാരതത്തിന് മുന്നോട്ട് പോവാൻ. കുറച്ച് വിഷജന്തുക്കൾ ചെയ്യുന്ന പ്രവർത്തനം ഒരു സമൂഹത്തെ ആകമാനം ബാധിക്കുമെന്ന് 15 വർഷം മുമ്പ് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇത് നിങ്ങളെയും കൊണ്ടേ പോകൂ. അന്ന് ഞാൻ പറഞ്ഞു നമ്മളെയും കൊണ്ടേ പോകൂ എന്ന്. അന്ന് എല്ലാവരും ചിരിച്ചു. ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തു നിന്നും ശാപവാക്കുകളല്ലാതെ ഈ സമൂഹത്തെക്കുറിച്ച്, ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് നല്ല വാക്കുകൾ എവിടെ നിന്നും വരുന്നില്ല. അത് സമാധാനത്തിൻ്റെതല്ല, പകരം പക തീർക്കുന്ന വ്യാഘ്രത്തിൻ്റെതാണ് എന്ന് ലോകം മനസ്സിലായി. മാധ്യമവും അത് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.